ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2023 റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ കാതൽ ദ കോർ എന്ന മലയാളം മൂവിനെ കുറിച്ചിട്ടാണ്. 20 കൊല്ലമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്ന നായകന്റെയും നായികന്റെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു പ്രത്യേക കാരണം അവരെ തമ്മിൽ വേർപിരിക്കുകയാണ്. ആ കാരണം എന്താണ്, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്ന ഈ ഒരു മൂവിന്റെ കഥ പൂർണ്ണമായിട്ടും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പാകാതെ കാണാൻ ശ്രമിക്കുക. സോ നമുക്ക് അധികം സമയം കളയാതെ നേരെ നമ്മുടെ മൂവിയിലേക്ക് പോവാം. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ മാത്യു എന്ന് പറയുന്ന നമ്മുടെ നായകനെയും ഓമന എന്ന് പറയുന്ന നായികനെയും കാണിക്കുന്നു. ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 20 കൊല്ലം കഴിഞ്ഞു. ടീനേജ് പ്രായക്കാരിയായ ഒരു മകൾ ഇവർക്കുണ്ട്. പുറത്തെവിടെ ഹോസ്റ്റലിൽ നിന്നാണ് അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ പ്രസന്റിൽ നായകന്റെ വീട്ടിലെ നായകനെയും നായികയും പിന്നെ നായകന്റെ അച്ഛനുമാണ് ഉള്ളത്. നായകന്റെ അച്ഛനുമായിട്ട് നായകൻ അത്ര ബോണ്ടിങ്ങിലൊന്നുമല്ല. എന്തോ ഒരു കാരണം കൊണ്ട് അവര് തമ്മിൽ സംസാരിക്കാറ് പോലും ഇല്ല. ഇപ്പൊ അതെന്താ നമുക്ക് വഴിയെ നോക്കാം. നായകൻ ഇത്രയും നാളും അവിടെയുള്ള ബാങ്കിലെ മാനേജറായി ജോലി ചെയ്യുമായിരുന്നു. നായകൻ ആ ബാങ്കിൽ ജോലി ചെയ്ത് അത്രയും നാളും അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് റിട്ടയർഡായി നായകൻ ഇറങ്ങിയ ഉടനെ തന്നെ അവിടെയുള്ള പാർട്ടിക്കാര് വരുന്ന ഇലക്ഷനിൽ നായകന് സീറ്റ് കൊടുക്കാന്ന് വിചാരിക്കുന്നു. കാരണം നാട്ടുകാരെല്ലാം അകഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്ന നായകനെ വരുന്ന ഇലക്ഷന് നിർത്തുവാണെങ്കിൽ തീർച്ചയായിട്ടും നായകന് ഒരുപാട് വോട്ട് കിട്ടും. അങ്ങനെ നായകൻ വിജയിക്കും. അങ്ങനെ അവർ ആ കാര്യം നായകനോട് സംസാരിക്കുന്നുണ്ടെങ്കിലും നായകൻ അതിൽ വലിയ താല്പര്യമൊന്നുമില്ല. എന്നാൽ അവർ പറഞ്ഞു നിർബന്ധിക്കുമ്പോൾ നായകൻ അങ്ങനെ മത്സരിക്കാൻ വേണ്ടി ഓക്കെ പറയുന്നു. ഓമനയ്ക്ക് ഒരു ചേട്ടനുണ്ട്, അതായത് നായകന്റെ അളിയൻ. അങ്ങനെ ഇപ്പൊ നായകൻ ഇലക്ഷനിൽ മത്സരിക്കാൻ പോകുന്ന അറിഞ്ഞിട്ട് അയാൾ നായകനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുവാണ്. ആളിൽ നിന്ന് എന്തായാലും വിജയിക്കും. പിന്നെ കട്ടയ്ക്ക് ഞങ്ങളൊക്കെ കൂടെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് അയാൾ മോട്ടിവേറ്റ് ചെയ്യുവാണ്. അങ്ങനെ ആ സീനോടെ കട്ടായി അടുത്ത സീനിൽ ആ നാട്ടിലുള്ള തങ്കൻ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ കാണിക്കുന്നു. ഇയാൾ അവിടെ ഒരു ഡ്രൈവിംഗ് സ്കൂൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്ര ഏജ് ആയിട്ടുണ്ടെങ്കിലും തങ്കന് ഇതുവരെ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. വീട്ടിൽ അവനെ കൂടാതെ അവന്റെ അനിയത്തി അവന്റെ കുടുംബമുണ്ട്. അനിയത്തിക്ക് 2 മക്കളാണ്, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. അവർ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സീനോടൊക്കെ അന്ന് രാത്രി ഇലക്ഷനിൽ നിൽക്കാൻ തീരുമാനിച്ച നമ്മുടെ നായകൻ വീട്ടിലേക്ക് എത്തി. ഇപ്പൊ ഓമനയോട് ഈ കാര്യം പറയുന്നു. എന്നിട്ട് നിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ ഈ നാട്ടുകാർക്കൊക്കെ വലിയ കാര്യമല്ലേ, സോ നിങ്ങളൊന്നും എന്തായാലും വിജയിക്കും ഈ സമയത്ത് അവളും പറയുന്നു. അങ്ങനെ നമ്മുടെ മാത്യു ആ ഇലക്ഷന്റെ ബാക്കി പ്രോസസ് എല്ലാം കംപ്ലീറ്റ് ആക്കി അങ്ങനെ മത്സരിക്കാനായിട്ട് തയ്യാറാവുന്നു. അങ്ങനെ അതേ സമയം തന്നെ നമ്മുടെ ഓമനയാണെങ്കിൽ കോർട്ടിലെ മാത്യു ആയിട്ടുള്ള ഡിവോഴ്സിന് അപ്ലൈ ചെയ്യുന്നു. സോ ഇവര് തമ്മിൽ വലിയ കുഴപ്പമുള്ളതായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ, പിന്നെ എന്തിനു വേണ്ടിയായിരിക്കും ഇതെന്ന് ഈ സമയത്ത് നമ്മൾ ചിന്തിക്കും. അതിനൊരു കാരണമുണ്ട്, അത് നമുക്ക് വഴിയെ നോക്കാം. എന്തായാലും ഈ കാര്യം വീട്ടിലറിയുമ്പോൾ ഓമനന്റെ ചേട്ടനാണെങ്കിൽ ആകെ ദേഷ്യപ്പെടുന്നു അവളോട്. 10-20 കൊല്ലമായില്ലേ നീ അളിയനോടൊപ്പം താമസിക്കാൻ തുടങ്ങിയിട്ട്, ഇതുവരെ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്ന പോലും ഞാൻ കണ്ടിട്ടില്ല. അത് മാത്രമല്ല 10-18 വയസ്സുള്ള ഒരു മോള് നിങ്ങൾക്കില്ലേ, അവളുടെ കാര്യം കൂടി ആലോചിക്കണ്ടേ. സോ എന്തിനു വേണ്ടിയാ ഡിവോഴ്സ് എന്നൊക്കെ അയാൾ അങ്ങനെ ചോദിക്കുവാണ്. ഈ സമയം ഇതെല്ലാം കേൾക്കുന്ന നായക മറുപടി ഒന്നും കൊടുക്കുന്നില്ല. അങ്ങനെ അന്ന് രാത്രി നായകൻ വീട്ടിലേക്ക് എത്തുമ്പോൾ ആക്ച്വലി നായകൻ ഈ കാര്യം അറിഞ്ഞു. അങ്ങനെ നായകൻ ആ ഒരു കാര്യം മീൻ ചെയ്ത് അവളെങ്ങനെ നോക്കുമ്പോൾ അവളാണെങ്കിൽ അവിടെ നിന്ന് പെട്ടെന്ന് ഒഴിഞ്ഞു മാറി പോവുകയാണ്. ഈ സമയം നമ്മുടെ നായകനാണെങ്കിൽ മനസ്സിൽ എന്തോ ഒരു ഭയത്തോടെ കണ്ണാടിയുടെ മുമ്പിൽ വന്ന് നിൽക്കുവാണ്. എന്നിട്ട് അവനിങ്ങനെ മനസ്സിൽ ആലോചിക്കുവാണ്, ഇത്രയും നാളെ ഈ നാട്ടുകാരുടെയൊക്കെ മുമ്പിൽ തനിക്ക് നല്ലൊരു നിലയും വിലയൊക്കെ ഉണ്ടായിരുന്നു, ഈ വൈകാതെ തെളിവ് നഷ്ടപ്പെടാൻ പോവുകയാണ്. സോ നായകൻ എന്തുദ്ദേശിച്ചാണ് ഈ കാര്യങ്ങൾ പറയുന്നത്, ഓമൻ എന്തിനു വേണ്ടിയാണ് കോർട്ടിൽ നായകനുമായിട്ടുള്ള ഡിവോഴ്സിന് അപ്ലൈ ചെയ്തത്, ഈ കാര്യങ്ങളിൽ ഈ സമയത്താണ് പറയാൻ തുടങ്ങുന്നത്. ആക്ച്വലി നമ്മുടെ നായകൻ ഒരു ഹോമോസെക്ഷൽ ആണ്, അതായത് ഗേ. നായകൻ മാത്രമല്ല തൊട്ടുമുമ്പത്തെ സീനിൽ കാണിച്ച തങ്കൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയില്ലേ, അയാൾ ഇതൊരു ക്യാരക്ടറാണ്. സോ ഹോമോസെക്ഷൽ ആയ അവർ രണ്ടുപേരും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ഇത്ര നാളും ആരും അറിയാത്തവർ കൊണ്ടുപോയ ബന്ധം ഇപ്പൊ നാട്ടുകാരൊക്കെ അറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നായിക ഓമനയ്ക്ക് ഇയാളൊരു ഹോമോസെക്ഷൽ ആണെന്നുള്ള കാര്യം ആദ്യം തന്നെ അറിയായിരുന്നു. അതായത് കല്യാണം കഴിഞ്ഞ സമയം തന്നെ അവൾ മനസ്സിലാക്കിയതാണത്. എന്നാൽ കല്യാണം കഴിഞ്ഞ് 20 കൊല്ലം കഴിയുമ്പോഴാണ് ഇവളുടെ ഡിവോഴ്സിന് കൊടുക്കുന്നത്. അതിനൊരു സ്പെഷ്യൽ റീസൺ ഉണ്ട്, അത് നമുക്ക് വഴിയെ നോക്കാം. അങ്ങനെ ഇപ്പൊ എന്തായാലും സംഭവിച്ച കാര്യങ്ങൾ കൊണ്ടൊക്കെ തന്നെ നായകൻ ഒരുപാട് ടെൻഷൻ ആവുകയാണ്. അങ്ങനെ ഇപ്പൊ റൂമിലിരിക്കുന്ന ഓമനോട് കാര്യങ്ങൾ ഏകദേശം നാട്ടുകാരൊക്കെ അറിഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന അതേ സമയം തന്നെ നീ എന്തിനാ കോടതിയിലെ ഡിവോഴ്സിന് അപ്ലൈ ചെയ്തത്, ഞാൻ നിന്നോട് പറഞ്ഞല്ലായിരുന്നോ വരാൻ പോകുന്ന ഇലക്ഷനെ പറ്റിയല്ല. ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് നാട്ടുകാർ എന്ത് തീരുമാനം എടുക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല. ഈ സമയം നായിക പറയാണ്, ആക്ച്വലി ഞാൻ 2 മാസം മുമ്പ് അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തായിരുന്നു, എന്നാൽ ഇപ്പോഴാണ് പ്രോസസ് എല്ലാം കംപ്ലീറ്റ് ആയി അതിന്റെ ഫർദർ കാര്യങ്ങൾ തുടങ്ങിയത്. അങ്ങനെ സീനോട് കട്ടായി അടുത്ത സീനില് പാർട്ടി ഓഫീസ് കാണിക്കുകയാണ്. ഇപ്പൊ അവിടെയുള്ള കുറെ നേതാക്കന്മാരല്ല നായകൻ ഹോമോസെക്ഷൽ എന്നുള്ള കാര്യങ്ങളെ പറ്റിയെല്ലാം സംസാരിച്ച് ആ ഒരു കാരണം കൊണ്ടാണ് അയാളുടെ ഭാര്യ അയാൾക്ക് ഇപ്പൊ ഡിവോഴ്സ് കൊടുക്കാൻ പോകുന്നതെന്നൊക്കെ സംസാരിക്കുന്നു. ഇതേ സമയം തന്നെ ഈ കാര്യം കേട്ടുണ്ട് അവിടേക്ക് നായകൻ വരുവാണ്. അങ്ങനെ ഇപ്പൊ നമ്മുടെ നായകൻ അവരോട് ഇനി ഇലക്ഷനിൽ ഞാൻ നിന്നിട്ട് കാര്യമില്ല, ആരും എനിക്ക് വോട്ട് വരുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് ഒഴിയുവാന്ന് പറയുന്നു. ഈ സമയത്ത് അവർ പറയുകയാണ്, മാത്യു അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല, ഇനി താനാണ് ഇതിൽ മത്സരിക്കേണ്ടത്. ആദ്യമായിട്ടാണ് നമ്മുടെ പാർട്ടിയിൽ ഇതേപോലെ ഒരു കാറ്റഗറി പെട്ട ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നത്. പിന്നെ നിങ്ങളിപ്പോ ഈ ചാൻസ് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ നാട്ടുകാരോടൊന്നും തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, നിങ്ങളങ്ങനെ ജീവിക്കണം, ഏത് രീതി ജീവിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത് നിങ്ങളല്ലേ, അതിൽ നാട്ടുകാർക്കോ വീട്ടുകാർക്കോ ഒന്നും പങ്കില്ല, അവരതിൽ ബോധേരാവേണ്ട കാര്യമില്ല. സോ നിങ്ങളറിയുന്ന നാട്ടുകാരെ നിങ്ങൾക്ക് എന്തായാലും വോട്ട് തരും. ഇങ്ങനെയെല്ലാം പറഞ്ഞ് മാത്യുവിനെ മോട്ടിവേറ്റ് ചെയ്യുന്നു. എന്നാൽ മാത്യുവിന് എന്തോ മടി, ഇത്രയും നാളെ തന്നെ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ ഇനി മുതൽ തന്നെ എങ്ങനെ കാണും, എങ്ങനെ തന്നെ അവരെ ട്രീറ്റ് ചെയ്യും, ഇങ്ങനെയുള്ള ഒരു ഭയമാണ് അയാൾക്ക്. ഇതേ സമയം തന്നെ തങ്കൻ എന്ന് പറയുന്ന വ്യക്തിനെ കാണിക്കുവാണ്. അയാൾ അവിടെ നാട്ടില് ഒരു ഡ്രൈവിംഗ് സ്കൂൾ നടത്തുമെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. ഇപ്പൊ അവിടെ ഡ്രൈവിംഗും പഠിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരല്ല അയാളെ ഒരു തെറ്റായ ഇന്റൻഷനോടെ അങ്ങനെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. അതായത് ആൺകുട്ടികളെല്ലാം അയാളുടെ അടുത്തേക്ക് പോകാൻ പേടിക്കുന്നു, അയാൾ മോശപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് പറയുന്നു. അതിലെ സ്ത്രീകളെല്ലാം മാത്യുവിനെ പറ്റി പറഞ്ഞ് തങ്ങനെ കളിയാക്കൊക്കെ ചെയ്യുന്നു. ഇതേസമയം നമ്മുടെ നായകൻ മത്സരിക്കുന്ന ആ പാർട്ടിന്റെ എതിർ പാർട്ടി ഉണ്ടല്ലോ, അവര് നായകന്റെ കാര്യം മുന്നിൽ വെച്ചുകൊണ്ട് നായകനെ വീഴ്ത്താൻ വേണ്ടി ഒരുപാട് ശ്രമിക്കുവാണ്. ഇലക്ഷൻ പ്രചരണത്തിന് പോകുന്ന അവരാണെങ്കിൽ പല വീടുകളിലും നായകന്റെ ഈ കാര്യങ്ങളെ പറ്റിയെല്ലാം പറഞ്ഞ് അവനെ മോശപ്പെടുത്തി സംസാരിക്കുകയോ ഇതുവരെയുള്ള ആൾക്കാർ വോട്ട് ചെയ്ത നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താവും എന്നൊക്കെ ചോദിച്ച് പൗരന്മാരെല്ലാം ആ ഒരു കാരണത്തിന്റെ പേരിൽ തെറ്റിദ്ധരിപ്പിക്കുകയൊക്കെ ചെയ്യുവാണ്. അങ്ങനെ സീനോടൊക്കെ അടുത്ത ദിവസം നമ്മുടെ നായകൻ ഇപ്പൊ ഹോസ്റ്റലിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അയാളുടെ മകളെ കാണാൻ വേണ്ടി വരുന്നു. അങ്ങനെ ഇപ്പൊ മകളെ വിളിച്ചിരുത്തി നാട്ടിൽ നടത്തുന്ന കാര്യങ്ങളെ പറ്റിയല്ലേ അയാൾ
സംസാരിക്കുവാണ്. മകള് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇയാളൊരു ഹോമോസെക്ഷൽ ആണെന്നുള്ള കാര്യം നായിക നേരത്തെ തന്നെ മകളോട് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കാര്യം അറിയുന്ന സമയം മകൾക്കാണെങ്കിൽ നായകനോട് ദേഷ്യം തോന്നുന്നില്ല. അങ്ങനെ ഇപ്പൊ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഈ ഒരു കാര്യം അറിഞ്ഞുകൊണ്ട് എനിക്ക് അച്ഛനോട് ഒരു ദേഷ്യം തോന്നുന്നില്ല. ഓരോരുത്തരുടെ ലൈഫ് എങ്ങനെ വേണം തീരുമാനിക്കുന്നത് അവര് തന്നെയല്ലേ. സോ അതിൽ മറ്റൊരാൾ ഇന്ററാക്ട് ആവുന്നത് ഒട്ടും ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് നായകൻ ഇപ്പോൾ അവളെ സമാധാനിപ്പിക്കുന്നു. അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. അങ്ങനെ മകൾക്ക് തന്നോട് ദേഷ്യമൊന്നുമില്ല എന്നറിയുന്ന സമയം നായകനൊരു സമാധാനത്തോടെ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ആ സീനോടെ കട്ടായ അടുത്ത സീനില് അങ്ങനെ അയാൾ അനിയത്തിന്റെ മകനെ സ്കൂളിൽ കൊണ്ടേയാക്കാൻ വേണ്ടി സ്കൂട്ടർ കയറ്റി കൊണ്ടുവരുവാണ്. ഈ സമയം ഇത് കാണുന്ന ചില നാട്ടുകാരല്ല, മോനെ നീ അയാളുടെ കൂടെ ഒന്നും കയറി പോകണ്ടാ, അയാളൊരു ഗേ എന്നുള്ള കാര്യം നിനക്കറിയാലോ, നിന്റെ ജീവിതം തൊലഞ്ഞു പോകുന്നൊക്കെ പറഞ്ഞ് ആ ഒരു രീതിയിൽ, അതായത് മോശമായിട്ടുള്ള രീതിയിൽ അങ്ങനെ അവരെ കളിയാക്കുവാണ്. ഇതെല്ലാം കേൾക്കുന്ന ആ പയ്യനാകെ നാണക്കേട് തോന്നി. ആ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് അവ സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങി നടന്നു പോകുന്നു. അതല്ല, ആ പയ്യനെ സ്കൂളിലുള്ള പിള്ളേരാണെങ്കിൽ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് കുറെ കളിയാക്കാറുണ്ടായിരുന്നു. അതുകൊണ്ടല്ല ആ പയ്യനാണെങ്കിൽ സ്കൂളിലേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ആ കാര്യങ്ങളെല്ലാം ഈ തങ്ങനോട് ആ പയ്യൻ വീട്ടിൽ വന്ന് പറയുന്നതായിട്ടും കാണിക്കുന്നു. അടുത്ത സീനിൽ നമ്മുടെ നായകൻ അവരുടെ ഫ്രണ്ടിനെയും കൂട്ടിക്കൊണ്ട് ഒരു വക്കീലെ കാണാൻ വേണ്ടി വരുവാണ്. നായിക ഡിവോഴ്സിന് അപ്ലൈ ചെയ്തല്ലോ. സോ നായകനെ പിരിയാനായിട്ട് നായകന് മനസ്സ് വരുന്നില്ല. അങ്ങനെ ഇപ്പൊ അതിനെപ്പറ്റി പറയാനാണ് നായകൻ ഈ വക്കീലിനെ വന്ന് കണ്ടത്. അങ്ങനെ ഇപ്പൊ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ എന്തെങ്കിലും കേസ് കോടതിയിലേക്ക് എത്തുമ്പോൾ കോടതി ഒരു കൗൺസിലിംഗിന് വിടും നിങ്ങളെ. ആ സമയത്ത് കൗൺസിലർ കാര്യം ചോദിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറയണം. ഭാര്യയായിട്ട് പിരിയാൻ കഴിയില്ല എന്ന് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ ഒരു കോടതി നിങ്ങൾക്ക് ഡിവോഴ്സ് തരില്ല എന്ന് ഈ സമയത്ത് വക്കീല് പറഞ്ഞു കൊടുക്കുന്നു. എന്നാൽ നായിക അങ്ങനെയല്ലല്ലോ, അവളെ ഡിവോഴ്സ് വേണമെന്നുള്ള സ്റ്റാൻഡിലല്ലേ. അതാണ് നായകന്റെ ടെൻഷൻ. എന്തായാലും ഇവിടെ നിന്ന് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞു പോകുന്നു. ഇപ്പൊ ആ ഡിവോഴ്സ് കേസ് അങ്ങനെ കോടതിയിലേക്ക് എത്തുന്നു. അങ്ങനെ നായകനോട് വക്കീല് പറഞ്ഞ പോലെ ഡിവോഴ്സിന് അപ്ലൈ ചെയ്ത് അവരെ രണ്ടുപേരെ കോടതി കൗൺസിലിംഗിന് അയക്കുമ്പോൾ നായകൻ ഭാര്യയായിട്ട് എനിക്ക് ഡിവോഴ്സ് വേണ്ടാന്നുള്ള രീതിയിലെല്ലാം സംസാരിക്കുവാണ്. എന്നാൽ എനിക്ക് എന്തായാലും ഡിവോഴ്സ് കിട്ടിയേ തീരുമെന്ന് നായിക കുറച്ച് സ്റ്റാൻഡിൽ നിൽക്കുന്നു. അങ്ങനെ സീനോടെ കട്ടായി അടുത്ത സീനില് നായകന്റെ അടുത്തേക്ക് നായകന്റെ ചേട്ടൻ വരുവാണ്. എന്നിട്ട് അവളോട് പറയുവാണ്, എടി അളിയന്റെ ആ പ്രശ്നം കൊണ്ടാണ് നീ അയാളുമായിട്ട് പിരിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമുക്ക് അതൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന കാര്യമല്ലേ ഉള്ളൂ, നമുക്ക് സംസാരിക്കാം. സോ നീ ആ ഡിവോഴ്സ് എല്ലാം ക്യാൻസൽ ചെയ്യേ. താൻ ഇത്രയൊക്കെ ചെയ്തു എന്ന് അറിഞ്ഞിട്ടും ചേട്ടൻ ഇതേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്തിങ്ങനെ പറയുമ്പോൾ നായികയ്ക്ക് ദേഷ്യം വരുന്നു. അങ്ങനെ ചേട്ടനോട് നായിക പറയുവാണ്, മാത്യു ആയിട്ടുള്ള കല്യാണത്തിന് മുമ്പ് ഞാൻ മറ്റൊരു വ്യക്തിനെ പ്രണയിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ചേട്ടന് മാത്രമല്ല അച്ഛനും ആ കാര്യം അറിയായിരുന്നു. എന്നാൽ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ രണ്ടുപേരും അതിനെ എതിർത്തു. മാത്യു ആയിട്ടുള്ള എന്റെ കല്യാണം നടത്തി. സോ ഇപ്പോഴെങ്കിലും എന്റെ തീരുമാനത്തിനോട് നിങ്ങളൊന്ന് യോജിക്കുക. ഇങ്ങനെ നായിക ഒരുപാട് ഫീലായി പറയുമ്പോൾ നായകന്റെ ചേട്ടന് അവളുടെ അവസ്ഥ മനസ്സിലാവുന്നു. അങ്ങനെ ഒന്നും മിണ്ടാതെ അയാൾ അവിടുന്ന് പോവുകയാണ്. അങ്ങനെ ആ സീനോടെ കട്ടായി അടുത്ത സീനിൽ ആ കേസിന്റെ സെക്കൻഡ് ഹിയറിംഗ് കാണിക്കുന്നു. നായകനൊരു ഗേ ആണല്ലോ, പിന്നെ എങ്ങനെ നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടായെന്ന് ഈ സമയത്ത് കോടതി ചോദിക്കുന്നു. അപ്പൊ നായിക പറയുവാണ്, കല്യാണം കഴിഞ്ഞ ആദ്യത്തെ 2-3 കൊല്ലത്തേക്ക് ഈ കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അദ്ദേഹനോട് ആ സമയത്തൊന്നും അടുക്കാതിരുന്നപ്പോ ഈ കാര്യങ്ങളൊന്നും അറിയാത്ത ഞാൻ അതിനെപ്പറ്റി ചോദിച്ചപ്പോ വേറെ നിവൃത്തിയില്ലാതെ അയാൾ എന്നോട് റൊമാൻസ് ചെയ്തു. അങ്ങനെയാണ് ഞങ്ങൾക്ക് മകളുണ്ടായത്. അതിനുശേഷമാണ് അയാൾ ഹോമോസെക്ഷൽ എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയത്. ഇങ്ങനെയല്ല നായിക പറയുന്നു. ശരി, അങ്ങനെയൊക്കെ കല്യാണം കഴിഞ്ഞ് 2-3 വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കിയതാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അപ്പൊ ഡിവോഴ്സിന് അപ്ലൈ ചെയ്തില്ല എന്ന് ഈ സമയത്ത് കോടതി ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന ഓമനന്റെ വക്കീൽ പറയുകയാണ്, ഇന്നത്തെ കാലത്തെ പോലെ ആ കാലത്തൊന്നും സ്ത്രീകൾക്ക് ഇത്ര ഫ്രീഡം ഇല്ലായിരുന്നു. സോ എന്റെ കക്ഷിക്ക് ഈ കാര്യം തുറന്നു പറയാനും ഇങ്ങനെ ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാനും ഒരു ധൈര്യം കിട്ടിയത് ഇപ്പോഴാണ്. ഇതെല്ലാം കേൾക്കുന്ന കോടതി ഓമന ഡിവോഴ്സിന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും മാത്യു അതിന് ആഗ്രഹിക്കാത്തതുകൊണ്ട് ഓമനന്റെ ആവശ്യം ന്യായമാണെന്ന് തെളിയിക്കാനായിട്ട്, അതായത് പറഞ്ഞു വരുന്നത് ഓമന പറയുന്ന പോലെ അയാളൊരു ഹോമോസെക്ഷൽ ആണെന്ന് തെളിയിക്കാനായിട്ട് എന്തെങ്കിലും തെളിവ് കൊണ്ട് വരുവാണെങ്കിൽ ഡിവോഴ്സ് അപ്രൂവ് ആക്കാന്ന് ഈ സമയത്ത് കോടതി പറയുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായി അടുത്ത സീനിൽ നമ്മുടെ നായകൻ ഈ കാര്യങ്ങൾ കൊണ്ടൊക്കെ തന്നെ ഒരുപാട് ശോകമാവുന്നതായിട്ട് കാണിക്കുവാണ്. നാട്ടുകാരെല്ലാം തെറ്റായ രീതിയിൽ കാണുന്നുണ്ട്. താങ്കനും ഏകദേശം ഇതേ അവസ്ഥ തന്നെയാണ്. അതുപോലെ ഇയാളെ പറ്റി പറഞ്ഞുകൊണ്ട് ഇയാളുടെ അനിയത്തിന്റെ മകനുണ്ടല്ലോ, അവനെ സ്കൂളിൽ നിന്ന് പിള്ളേരെല്ലാം കളിയാക്കുന്നുണ്ട്. അവൻ ഒരുപാട് വിഷമിക്കുന്നു. അങ്ങനെ ഇനി ആ സ്കൂളിലേക്ക് പോവില്ല എന്ന് അവൻ താങ്കനോട് പറയുവാണ്. ഇതെല്ലാം കേൾക്കുന്ന താങ്കൻ ഈ സമയത്ത് ഒരു തീരുമാനം എടുക്കുന്നു. കുറച്ചാളെ ഈ നാട്ടിൽ നിന്ന് ഇവരെയും കൂട്ടിക്കൊണ്ട് എവിടേക്കെങ്കിലും ഒന്ന് മാറാന്ന്. അങ്ങനെ സീനോടെ കട്ടായി അടുത്ത സീനില് മാത്യുവിന്റെ അച്ഛനെ കാണിക്കുവാണ്. മാത്യു ഈ കേസും കാര്യങ്ങൾ കൊണ്ടൊക്കെ തന്നെ ഒരുപാട് ശോകമായത് കണ്ടിട്ട് മാത്യുവിന്റെ അച്ഛൻ ഇപ്പോൾ ഓമൻ എന്നോട് സംസാരിക്കുവാണ്. മോളെ, നീ അവന് ഡിവോഴ്സ് കൊടുത്താൽ അവനത് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ദയവേത് നീ അത് ക്യാൻസൽ ചെയ്യണമെന്നൊക്കെ ഈ സമയത്ത് അയാൾ നായകനോട് റിക്വസ്റ്റ് ചെയ്യുന്നു. അച്ഛൻ ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പ് തന്നെ മാത്യു എങ്ങനെയുള്ള ആളാണെന്ന് അച്ഛൻ അറിയായിരുന്നില്ലേ? അദ്ദേഹത്തിനെ പറഞ്ഞു മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ സ്വഭാവം എല്ലാം മാറുമെന്ന് വിചാരിച്ചല്ലേ അച്ഛൻ ഞങ്ങളുടെ കല്യാണം നടത്തിയത്. എന്നാൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം അയാൾ മാറാൻ തയ്യാറായില്ല. തങ്കൻ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് അദ്ദേഹത്തിനൊരു ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കിയതിനു ശേഷമല്ലേ നിങ്ങൾ തമ്മിൽ സംസാരിക്കാതെ പോയത്. സോ മകന്റെ കാര്യം ആലോചിക്കുമ്പോൾ അച്ഛനുള്ള പോലത്തെ വിഷമം ഭാര്യയായി എനിക്കും ഉണ്ടാവില്ലേ? സോ ഈ കാര്യങ്ങൾ അറിഞ്ഞ് ഇത്രയും നാളും ഞാൻ അദ്ദേഹത്തിനോട് തന്നെ നിന്നത് നിങ്ങളെയും കൂടി ആലോചിച്ചിട്ടാണ്. ഞാൻ എന്റെ അച്ഛനെ പോലെ തന്നെയാണ് നിങ്ങളെയും കാണുന്നത്. സോ ഇനി എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. അതിനെന്റെ അവസ്ഥ മനസ്സിലാക്കണമെന്ന് നായിക പറയുമ്പോൾ അയാൾ ശരിയായിക്കോട്ടെ എന്ന് പറയുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായി അടുത്ത ദിവസം നായകനെ വന്ന് ഓമനന്റെ ചേട്ടൻ, അതായത് നായകൻ അളിയൻ വന്ന് കാണുന്നു. അളിയെ ഡിവോഴ്സ് ക്യാൻസൽ ചെയ്യാൻ ഞാൻ അവളോട് ഒരുപാട് സംസാരിച്ചു നോക്കി. പക്ഷേ ആ തീരുമാനം എന്തായാലും അവൾ മാറ്റാൻ തയ്യാറല്ല. സോ എനിക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല. അളിയൻ എന്നോട് ക്ഷമിക്കണം. ഇങ്ങനെയും പറഞ്ഞ അയാൾ ഒരുപാട് ശോകത്തോടുകൂടി അവിടുന്ന് പോവുകയും ചെയ്യുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായിട്ട് ആ കേസിന്റെ 3ാമത്തെ ഹിയറിംഗ് കാണിക്കുന്നു. മാത്യു ഒരു ഹോമോസെക്ഷൽ ആണെന്ന് തെളിയിക്കാനായിട്ട് ഒരു തെളിവും കൊണ്ട് വരുവാണെങ്കിൽ ഡിവോഴ്സ് തരാമെന്ന് കഴിഞ്ഞ ഹിയറിംഗിൽ കോടതി പറയുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഇപ്പോൾ അത് തെളിയിക്കാനായിട്ട് ഒരു സാക്ഷിയുമായിട്ടാണ് നായിക വന്നിരിക്കുന്നത്. അങ്ങനെ ആ സാക്ഷി ആരാണെന്ന് കാണുമ്പോൾ നായകനാകെ ഞെട്ടുന്നു. അതെ, വന്നിരിക്കുന്നത് നായകനെ പറ്റി ശരിക്കും അറിയാവുന്ന അവന്റെ അച്ഛനാണ്. നായകൻ സംസാരിച്ച കാര്യങ്ങളെല്ലാം കേട്ട് അവളുടെ ഫീലിംഗ്സ് മനസ്സിലാക്കി അവളുടെ ആഗ്രഹം നടന്നോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നായകൻ ഹോമോസെക്ഷൽ ആണെന്ന് നായകന്റെ അച്ഛൻ കോടതിനെ അറിയിക്കുന്നു. നിങ്ങളുടെ മകൻ ഒരു ഗേ ആണെന്ന് അറിഞ്ഞിട്ടും എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഓമനയുമായിട്ടുള്ള അയാളുടെ കല്യാണം നടത്തിയെന്ന് കോടതി ഇപ്പൊ നായകന്റെ അച്ഛനോട് ചോദിക്കുന്നു. ഒരു കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എന്റെ മകന്റെ സ്വഭാവം മാറുമെന്ന് വിചാരിച്ചാണ് ഞാൻ അവരെ കല്യാണം നടത്തിയത്. എന്നാൽ അത് നടക്കില്ല എന്ന് പിന്നീട് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഇപ്പൊ ഇയാൾ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം കേട്ട കോടതി നായകന്റെ ആവശ്യം ന്യായമാണെന്ന് മനസ്സിലാക്കി അങ്ങനെ അവർക്ക് ഡിവോഴ്സ് കൊടുക്കുന്നു. അങ്ങനെ അന്ന് നൈറ്റ് വീട്ടിലേക്ക് എത്തിയ നമ്മുടെ നായകൻ അച്ഛൻ
അച്ഛന്റെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുവാണ്. കുറെ നാളായിട്ട് അവർ തമ്മിൽ സംസാരമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഒരു ലോങ് ഗ്യാപ്പിന് ശേഷമാണ് നായകൻ ഇപ്പൊ അച്ഛനോട് സംസാരിക്കുന്ന കാര്യം എന്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അന്ന് എനിക്കൊരു കല്യാണം വേണ്ടാന്ന് ഞാൻ അച്ഛനോട് ഒരുപാട് തവണ പറഞ്ഞതല്ലായിരുന്നു. അപ്പൊ അച്ഛൻ തന്നെയല്ലേ നിർബന്ധിച്ച് എന്നെ കൊണ്ട് ആ കല്യാണം കഴിപ്പിച്ചത്. ഇന്ന് അച്ഛനായിട്ട് തന്നെ അത് അവസാനിപ്പിച്ചു തന്നു. ഇങ്ങനെല്ലാം പറഞ്ഞ് നായകൻ ഫീലായി അച്ഛനെ കെട്ടി പിടിച്ച് കരയുകയാണ്. അപ്പൊ അച്ഛനും കരയുന്നു. ഡിവോഴ്സ് കിട്ടിയോണ്ട് നാളെ ഓമന ഈ വീട് വിട്ടിറങ്ങും. അങ്ങനെ ഇപ്പൊ അതിനു മുമ്പ് അവളോട് പോയി മാപ്പ് പറയാമെന്ന് വിചാരിച്ചുകൊണ്ട് നായകൻ നേരെ അവളുടെ മുറിയിലേക്ക് വരുന്നു. എന്നിട്ട് ഇത്രയും നാളും പറ്റിപ്പോയ തെറ്റുകൾക്കല്ല നായകൻ അവളോട് മാപ്പ് ചോദിക്കുന്നു. കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഞാൻ അനുഭവിക്കുന്ന ഒരു വിഷമം നീ അനുഭവിക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. എന്നിട്ട് ഞാൻ നിനക്ക് ഡിവോഴ്സ് തരാൻ മടിച്ചത് ഈ കാര്യം പുറത്തറിഞ്ഞ നാട്ടുകാർ എന്ത് സംസാരിക്കും, എങ്ങനെ പെരുമാറുന്ന അറിയാത്തതുകൊണ്ടാണ്, ആ ഒരു പേടി കൊണ്ടാണ്, അല്ലാതെ നിന്നെ ബുദ്ധിമുട്ടിക്കാണെന്ന് വിചാരിച്ചോണ്ടൊന്നുമല്ല എന്നൊക്കെ നായകൻ പറയുന്നു. ഇത് കേൾക്കുന്ന ഓമന പറയുവാണ്, നിങ്ങളെ എനിക്ക് ശരിക്കും അറിയാം. ഇത്രയും നാളും മനസ്സിലഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് താമസിച്ചു വന്നത് നിങ്ങളെ വിട്ടുപോകാനുള്ള മടി കൊണ്ടാണ്. നിങ്ങളൊരു നല്ല ഭർത്താവായിരുന്നില്ലെങ്കിലും ഒരു നല്ല പാർട്ണർ ആയിരുന്നു. സോ ഞാനിപ്പോ ഈ ഡിവോഴ്സിന് അപ്ലൈ ചെയ്തത് എനിക്ക് വേണ്ടി മാത്രമല്ല നിങ്ങൾക്ക് കൂടി വേണ്ടിയാണ്. ഇനി എന്റെ കൂടെ ബുദ്ധിമുട്ടി നിങ്ങൾ ജീവിക്കുന്നത് കാണാതിരിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെയെല്ലാം പറഞ്ഞ ഓമന ഇന്ന് ലാസ്റ്റ് ആയിട്ട് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് കിടന്നാലും ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന മാത്യു അവളെ കെട്ടി പിടിച്ച് കരയുവാണ്. കണ്ടില്ലേ, ശരിക്കും ഇത്ര വേദനയോട് കൂടിയാണ് അവർ തമ്മിൽ വേർപിരിയുന്നത്. ഉള്ളിലുള്ള വിഷമം നായിക ഇപ്പോഴാണ് തുറന്നു പറയുന്നത്. അങ്ങനെ അടുത്ത ദിവസം കോടതിയിൽ പോയി ഒഫീഷ്യലായിട്ട് ഡിവോഴ്സ് പേപ്പറിൽ അവർ സൈൻ ചെയ്യുന്നു. അങ്ങനെ അവർ പിരിയുവാണ്. പാരന്റ്സ് എടുത്ത തീരുമാനത്തിനോട് മകള് യോജിക്കുന്നുണ്ട്. കാരണം ഇവരുടെ ഇടയിൽ ആ പ്രശ്നങ്ങളെല്ലാം അവൾക്കും അറിയായിരുന്നല്ലോ. അങ്ങനെ ആ സീനോട് കട്ടായി അടുത്ത സീനില്, അതായത് ഡിവോഴ്സ് ആയതിനു ശേഷം നായകനെ കൊണ്ടേ നായകൻ വീട്ടിൽ വിടുവാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ഓമനയും നടക്കാൻ പോകുന്ന ഇലക്ഷനില് നായകന് വേണ്ടി വോട്ട് ചോദിച്ചിറങ്ങുന്നു. അതിലൂടെ നായകനെ വെറുത്തിട്ടല്ല ഓമന പോയെന്നുള്ള കാര്യം നാട്ടുകാർക്ക് മനസ്സിലാവുകയാണ്. അതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് പുറത്തുള്ള ഡിവോഴ്സ് ആണെന്ന് നാട്ടുകാർ മനസ്സിലാക്കിയതോടെ നായകനെ ആ ഒരു തെറ്റായ ഇന്റൻഷനോടെ കാണുന്ന ആൾക്കാർ പോലും നായകനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ ഇലക്ഷനെല്ലാം ഭംഗിയായി കഴിയുവാണ്. നായകൻ അതിൽ വിജയിക്കുന്നു. നാട്ടുകാരുടെ ചിന്താഗതിയെല്ലാം മാറിയോണ്ട് തന്നെ തങ്കര് നാട് വിട്ടുപോകേണ്ടിയൊന്നും വരുന്നില്ല. അതായത് അയാൾക്കുണ്ടായിരുന്ന ആ പ്രശ്നം മാറിയതായിട്ട് കാണിക്കുവാണ്. അങ്ങനെ ആ സീനോടെ കട്ടായി കുറച്ച് ദിവസം കഴിഞ്ഞു പോകുന്നു. ഇപ്പൊ നായകനും കൂടി ഒരു റെസ്റ്റോറന്റിൽ വെയിറ്റ് ചെയ്യുവാണ്. എന്തിനു വേണ്ടിയാന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നായിക ഇവരുടെ കല്യാണത്തിന് മുമ്പ് ഒരാളുമായിട്ട് പ്രണയത്തിലായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. അയാളോട് അവൾക്ക് ഇപ്പോഴും പ്രണയമുണ്ട്. സോ ഈ കാര്യം അറിഞ്ഞ നായകൻ അയാളുമായിട്ട് ഇവളെ കൊണ്ട് സംസാരിപ്പിച്ച് അവരെ തമ്മിൽ മുട്ടിച്ച് സെറ്റാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്ത് അവളെ കൂട്ടിക്കൊണ്ട് ഇവിടേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ ഇപ്പൊ അതിനുള്ള സാഹചര്യം എല്ലാം ഉണ്ടാക്കി കൊടുത്ത് നായകൻ അവർക്ക് പ്രൈവസി കൊടുത്ത് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുവാണ്. ഈ സമയം മകള് നായകനെ കോൾ ചെയ്ത് എന്താ അച്ഛാ അമ്മ അദ്ദേഹത്തിനോട് സംസാരിച്ചു തുടങ്ങിയെന്ന് ചോദിക്കുന്നു. സംസാരിച്ചു തുടങ്ങി, അവരകത്തുണ്ട്, ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാണെന്ന് ഈ സമയത്ത് നായകൻ പറയുന്നു. അങ്ങനെ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങി വന്ന നായകൻ വഴിയരികിൽ തങ്കന്റെ കാർ കിടക്കുന്നത് കണ്ടിട്ട് നേരെ അതിൽ കയറിയിരുന്ന് അയാളോടൊപ്പം എവിടെയൊക്കെ പോകുന്നതായിട്ട് കാണിക്കുന്നു. അങ്ങനെ നായികയാവട്ടെ നായകനാവട്ടെ അവരുടേതായ ഇഷ്ടം മനസ്സിലാക്കി ആ ഒരു രീതിയിലേക്ക് മൂവ് ഓൺ ആയി എന്ന് കാണിച്ചുകൊണ്ട് അങ്ങനെ ഈ മൂവി അവസാനിപ്പിക്കുന്നു. സോ ഫ്രണ്ട്സ്, ഈ മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? ഒരുപാട് വിമർശനങ്ങളെല്ലാം ഏറ്റുവാങ്ങിയൊരു മൂവിയായിരുന്നു ഇത്. സോ എന്തായാലും ഈ മൂവിന്റെ കഥ മനസ്സിലാക്കിയ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഇനി ഇതുപോലുള്ള പുതിയ മൂവീസ് ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എൻഡ് ചെയ്യുന്നു. സോ താങ്ക് യു എവരിവൺ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.